കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ്. കുടിവെള്ള വിതരണ ചുമതല സംസ്ഥാന സർക്കാർ സ്വകാര്യ കമ്പനിക്ക് നൽകിയിരിക്കുന്നത് പ്രതിസന്ധികൾക്ക് ഇടയാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തോപ്പുംപടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഷിയാസ്. കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ്. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വിഷൻ ഡോക്യുമെന്റ് ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടിൽ വിവിധ സാഹചര്യത്തിൽ അവർ ജീവിച്ചു പോകുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പുമായി പരാതികൾ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ, നമ്മുടെ കുടിവെള്ള പ്രശ്നം, വാട്ടർ ലീക്കേജും അതുപോലെ തന്നെ ഈ ലഭ്യത ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങളിലൊക്കെ വ്യാജമായിട്ടുള്ള കണക്കുകൾ ഉയർത്തി കാണിച്ചാണ് വാട്ടർ അതോറിറ്റികൾ കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ സ്വകാര്യ കമ്പനിക്ക് തുച്ഛമായ വിലയ്ക്ക് 30 വർഷത്തേക്ക് കൈമാറി. അത് അപകടകരമായിട്ടുള്ള വെള്ളം കളമശ്ശേരിയിലെ ഇൻഫ്രാ പാർക്കിലേക്ക് കൊടുക്കാനുള്ള പദ്ധതിയാണ് പിന്നീട് നടപ്പിലാക്കി. ആ പദ്ധതി ഞങ്ങൾ വലിയ സമരം, ജനപ്രതിനിധികൾ ഉൾപ്പെടെ തോമസ്, അൻവർ സാദ്, ടി.ജെ. വിനോദ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നടത്തിയ വലിയ സമരം കൊണ്ട് വ്യവസായ മന്ത്രിയായ രാജീവിന് വലിയ സമ്മർദ്ദമൊന്നും ആ സമരത്തിന് മുമ്പിൽ വരെ പോയില്ല. ആ പദ്ധതി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. കുറേ സ്ഥലത്ത് റോഡ് കുഴിച്ച് പൈപ്പിട്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ആ കുടിവെള്ള പദ്ധതി ആ ഇൻഫ്രയിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതിയും അനിശ്ചിതത്വത്തിലായി. പക്ഷേ ഞങ്ങൾ പറഞ്ഞത് ഈ 49 MLD വെള്ളം ആലുവ പുഴയിൽ നിന്ന് കൊണ്ടുപോയാൽ പിന്നീട് 190 MLD കുടിവെള്ള പദ്ധതി എറണാകുളത്തേക്ക് കൊച്ചിയിലേക്ക് കൊടുക്കാനുള്ള ഈ പദ്ധതി നടപ്പിലാക്കാൻ ആലുവപ്പുഴയിൽ വെള്ളത്തിന്റെ സ്രോതസ്സില്ല, വെള്ളമില്ല. പിന്നെ വാട്ടർ അതോറിറ്റിയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായ, ചീഫ് എഞ്ചിനീയർമാർക്ക് കൃത്യമായ റിപ്പോർട്ട് ആ കാര്യത്തിൽ. ആ റിപ്പോർട്ട് സർക്കാർ മറച്ചു പിടിച്ചു. ജനപ്രതിനിധികളുടെ മുമ്പിൽ, പ്രാദേശിക ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അവരത് ആ വാദം ഉയർത്തി കാണിച്ചിട്ടാണ് നിങ്ങൾ ഈ പദ്ധതി എതിർക്കണം. കാരണം ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാരിന്റെ പ്രയോറിറ്റി. ആ പ്രയോറിറ്റി നടപ്പിലാക്കി ഇല്ലെങ്കിൽ നാളുകളിൽ അത് വലിയ അപകടം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പദ്ധതി ജനങ്ങൾക്ക് 10 രൂപയ്ക്കോ അല്ലെങ്കിൽ 7 രൂപയ്ക്കോ 8 രൂപയ്ക്കോ 3 രൂപയ്ക്കോ 4 രൂപയ്ക്കൊക്കെ ഒരു ലിറ്റർ വെള്ളം വാങ്ങിക്കുന്ന ഗതിയാണ്. രൂപ വെള്ളത്തിന് ഇപ്പോൾ 12 രൂപ മുതൽ 20 രൂപ വരെയാണ്. പ്രീമിയം ക്ലാസ്സിലുള്ള വെള്ളത്തിന് അതിനേക്കാൾ കൂടുതലാണ്. കൊച്ചിയിൽ പല ഭാഗത്തും കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ദുരിതത്തിലാണ്. നിരവധി സ്ഥലങ്ങളിൽ ജനങ്ങൾ സമരങ്ങളിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമുണ്ടെന്നും ചിലർക്ക് പണം നൽകി പുറത്തുനിന്ന് വെള്ളം വാങ്ങേണ്ടി വരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള പ്രദേശമാണ് കൊച്ചി. ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള പ്രശ്നം ആരോഗ്യ മേഖലയിൽ ടൂറിസം രംഗത്തെ തകർച്ച, ടൂറിസം രംഗത്തെ അടിസ്ഥാനപരമായി നമ്മുടെ ആവശ്യങ്ങളുടെ നിരാകരണം, തീരദേശ മേഖലയിലും മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രയാസങ്ങൾ, ഏറ്റവും അവസാനം തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് അവരുടെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ആശങ്കകൾ. കൂടാതെ കൊച്ചി മേഖലയിൽ കായൽ കയറ്റം മൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്